ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു അടിപൊളി പാർട്സ് കറി ഉണ്ടാക്കില്ല, ചിക്കൻ്റെ പാർട്സ്. അതാ ഇതുപോലെ അടിപൊളിയായിട്ട് ഒരു ചിക്കൻ പാർട്സ്. അതിന് ഞാൻ പൊറോട്ടയും ചിക്കൻ പാർട്സുമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ 1 കിലോത്തിൻ്റെ അടുത്ത് ലിവർ, അതുപോലെ അതിൻ്റെ മറ്റ് പാർട്സുകൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്ത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ അതൊഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്പൈസസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നൊന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു 2 വലിയ സവാള അത് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഒരു ലേശം കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും മസാലകളൊക്കെ ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടുകയും ചെയ്യും. അതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിക്കിട്ടിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 2 തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി അത് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ചിക്കൻ മസാല ഒരു 2 സ്പൂണോളം ചിക്കൻ മസാല, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഗരം മസാല, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. എന്നിട്ട് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. സവാളയും തക്കാളിയും മസാലപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് ഇപ്പോൾ എല്ലാ പച്ചമണവും ഇതൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ അതേ പാർട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ലേശം ഗ്രേവിക്ക് പാകമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളം അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളക്കം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ ലിവർ അത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മല്ലിയില ആഡ് ചെയ്ത് ഒരുവിധം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.